9 അതാണല്ലോ ഈ ഡാമിൻ കരാർ നിലനിർത്തിയിരിക്കുന്നത്. ഈ 999 വർഷം തമിഴ്നാടിന് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഫലം ലഭിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നു ഇവിടെ ഡീകമ്മീഷൻ ചെയ്യേണ്ട എന്നതിലെ തമിഴ്നാടിൻ്റെ തീരുമാനം. അപ്പോൾ താങ്കളെപ്പോലുള്ളവർ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഡാം പൊട്ടുകയാണെങ്കിൽ ഈ 999 വർഷത്തെ കരാറ് കൊണ്ട് ആർക്കാണ് പ്രയോജനം? അല്ല, പൊട്ടുകയാണെങ്കിൽ തമിഴ്നാട് ഒരു പ്രബലമായ സംസ്ഥാനമാണ്. ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്. തമിഴ്നാടിനെ ബാധിക്കുമോ? അത് അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. ദൂരവ്യാപകമായ ഫലങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിലെ 6 ജില്ലയിലെ ജനങ്ങൾ ഇല്ലാതാവും എന്നുള്ളത് ഒന്ന്. ഇവിടെയൊക്കെയുള്ള കെമിക്കൽ ഫാക്ടറികളൊക്കെ പൊട്ടിത്തെറിച്ച് വിഷവാതകങ്ങൾ പുറത്തു വന്ന് ബാക്കിയുള്ള ജനങ്ങളും ഇല്ലാതാവും എന്നുള്ളത് 2. കേരളം ചെളി മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം, ജനങ്ങളില്ലാത്ത ഒരു സ്ഥലം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരുപക്ഷെ ഏറ്റവും നല്ലതും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരവസ്ഥ വന്നാൽ ആരെങ്കിലും ഈ നാടിനെ ഒന്ന് താങ്ങി പിടിക്കണ്ടേ? തമിഴ്നാട് കേരളത്തിനെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ അത് നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ അവരിപ്പോഴേ ചോദിക്കുന്നുണ്ട്. പാലക്കാട് ചോദിക്കുന്നുണ്ട്, ഇടുക്കി ജില്ല മൊത്തത്തിൽ ചോദിക്കുന്നുണ്ട്. പോപ്പുലേഷനും ഇടുക്കി ജില്ലയിൽ നല്ല തമിഴ് പോപ്പുലേഷനുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഇപ്പോൾ കേരളത്തിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇടുക്കിയും പാലക്കാടും ഒക്കെ ചോദിക്കാമെങ്കിൽ തകർന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ചോദിക്കില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഇത് നമ്മുടെ ഈ ടണൽ സിദ്ധാന്തമായിട്ട് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ജീവൻ്റെ വിഷയം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഷയുടെ സകലതിൻ്റെയും വിഷയമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാണ്ട് ദൈവം പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഈ സമരസമിതി അറിയാതെയാണ് ഈ ടണൽ വിഷയം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അതിനു മുന്നേ ഈ ജനങ്ങൾക്കിടയിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയേക്കും എന്നൊരു ഭീതി കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ ഭീതി പരത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ആർക്കെങ്കിലും അന്ന് ഉണ്ടായിട്ടുണ്ടാവുമോ? അല്ല, അവർ ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ, അതായത് ഈ മുല്ലപ്പെരിയാർ സമരം തുടങ്ങിയത് ചപ്പാത്ത് ഉപ്പുതറ ഭാഗങ്ങളിലാണ്. അവർ ഈ ജലത്തിൻ്റെ കുത്തൊഴുക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതായത് പലപ്പോഴും ഈ സ്പിൽവേസ് തുറന്ന് മുല്ലപ്പെരിയാർ വെള്ളം താഴേക്ക് ഒഴുക്കുമ്പോൾ അതിൻ്റെ ആ രൗദ്രഭാവം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ് ചപ്പാത്തിലും ഉപ്പുതറയിലൊക്കെ ഉള്ളത്, അതിൻ്റെ നാശനഷ്ടങ്ങളും കെടുതികളും. അപ്പോൾ അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, അവർക്ക് ജീവനെ പ്രതി അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവർ പൊട്ടുമെന്ന് വിചാരിച്ചത്. പിന്നെ പൊട്ടുമെന്ന് വിചാരിക്കാൻ കാരണമുണ്ട്. ഇത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ 1964 ഇത് പൊട്ടുമെന്ന് പറഞ്ഞു. 64 എത്ര വർഷമായി? 60 വർഷമായില്ലേ? 60 വർഷം മുമ്പ് പറഞ്ഞാണ് ഇത് പൊട്ടുമെന്ന്. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, 60 വർഷം കൊണ്ട് ഇതിന് ശക്തിയൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ നല്ല ഭീതി ഉണ്ടായത് കൊണ്ടാണ് ഈ സമരം അവിടെ തുടങ്ങിയത്. ഈ 60 വർഷം മുന്നേ എപ്പോൾ പൊട്ടുമെന്നാണ് പറഞ്ഞത്? ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഇമ്മീഡിയറ്റ്ലി പൊട്ടാന്നല്ല, ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഡോക്ടർ കെ സി തോമസ് പറയണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൊട്ടണം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. എന്നിട്ട് 60 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ജനങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാം എന്നും ഒരു ഭീതി ആയി നിലനിർത്തുന്നതിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്? അതും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം ഒരു പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമതി ജയലളിത പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ തീവ്രമായിട്ടാണ് പറഞ്ഞാണ്. കേരളത്തിലുള്ള ആർക്കൊക്കെ ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്ന് ഫുൾ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളത് പുറത്തു വിടുമെന്നും കൂടി പറഞ്ഞു. അപ്പോൾ ശ്രീമതി ജയലളിത അങ്ങനെ പറഞ്ഞത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്നും ഇപ്പം എന്ത് ചെയ്യണം, ഒരു കറവപ്പശുവിന് പാൽ ഉണ്ടാകണം എന്നും കറക്കണമെന്ന് വിചാരിക്കുമ്പോൾ നല്ല തീറ്റയും പുല്ലുമൊക്കെ കൊടുക്കൂലേ, അതുപോലെ മുല്ലപ്പെരിയാറിനെ പോഷിപ്പിച്ച് നിർത്തും. കാരണം കറവപ്പശുവാണ് എന്നും കറക്കണം. അപ്പോൾ ഇത് ചില ആളുകൾക്ക് പൊന്മുട്ടയിടുന്ന താറാവാണ് എന്ന് കരുതാൻ മാത്രമുള്ള വകകൾ ശ്രീമതി ജയലളിത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പല രൂപത്തിലും ഭാവത്തിലും വരും.
രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാരനായി വരും, പിന്നെ സാംസ്കാരിക പ്രവർത്തകനായിട്ട് വരും, മതപ്രവർത്തകനായിട്ട് വരും. ഉള്ളിലുള്ളത് എന്താണ്? രാഷ്ട്രീയമാണ്. അതെ. ഇപ്പോൾ രാഷ്ട്രീയം നോക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയം. ഇത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മുല്ലപ്പെരിയാറിനോട് എടുത്തിട്ടുള്ള ഒരു സമീപനം. അതെ, അങ്ങനെ കരുതാം. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ ഭീതി എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു പൊന്മുട്ടയിടുന്ന താറാവ് മാത്രമായിരിക്കുമോ? കുറച്ച് പേർക്ക് ജനങ്ങളിൽ ഈ ഭീതി ഇങ്ങനെ വെച്ചിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഭീതി ഉണ്ടെങ്കിലാണ് പണം കിട്ടുള്ളൂ എന്നുള്ള ഒരു രീതിയാണ്. ആ ഭീതി വളർത്തുന്നതിന്റെ ഒരു ഞാനല്ല ശരിക്കും പറഞ്ഞ ഭീതി വളർത്തണേ. ഈ ഭീതി അവിടെ നിലനിൽക്കണം, അപ്പൊ കൂടുതൽ പണം വരും. അതിന് താങ്കളും ഒരു കാരണക്കാരനാവുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കും? ആർക്ക് വേണമെങ്കിലും എന്നെ കുറിച്ച് അഭിപ്രായം പറയാമല്ലോ, അത് പ്രീതയുടെ സ്വാതന്ത്ര്യമല്ലേ. പക്ഷെ ഞാൻ സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞേക്കണെന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ആ ധാരണയൊക്കെ അങ്ങ് പോയി. കാരണം ഈ രണ്ട് ധാരണയുള്ള ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവരുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിക്ക് താങ്കൾ അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്ത കേസ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഒരു ഭീതിയല്ല അവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഇൻ്റർനാഷണലി റിനൗണ്ട് എക്സ്പേർട്സ് വന്ന് പരിശോധിക്കണം. അതിന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റ്. അവരെ അപ്പുറത്തേക്ക് ഒരു സയൻസും ഇല്ല ഈ വിഷയത്തിൽ, അവരുടെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട് അത് എന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും ആ തീയതി. അപ്പോൾ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പറയാണ് ഈ ഡാമിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ഈ തമിഴ്നാടുമൊക്കെ പറയണ പോലെ ഈ ടണൽ സിദ്ധാന്തം 50 വർഷം നിൽക്കുന്നതാണ് ടണൽ സിദ്ധാന്തക്കാർ പറയണേ. 50 വർഷം കഴിഞ്ഞ് ടണൽ ഉണ്ടാക്കിയാൽ മതി എന്ന്. അപ്പോൾ 50 വർഷം ഒരു കുഴപ്പമില്ല എന്നാണ് ടണൽ സിദ്ധാന്തക്കാർ പറയുന്നത്. അല്ല, അത് പുതുക്കി പണിഞ്ഞു കഴിയുമ്പോൾ അതൊരു പുതിയ ഡാമിന്റെ പുതുക്കി പണിയാന്നല്ല, അല്ല നേരത്തെ പറഞ്ഞിരുന്നത് റിപ്പയറിങ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ ടണൽ സിദ്ധാന്തക്കാർ പറയണത് എന്താണ്? 50 വർഷം അത് ഇവിടെ നിൽക്കും. ഇനി 50 വർഷം കഴിഞ്ഞ് ടണൽ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാനപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പറയാണ് 50 വർഷം നിൽക്കുമെന്ന് പറഞ്ഞാൽ നിന്നോട്ടെ, ആർക്കെന്ത് ബുദ്ധിമുട്ട്. അവർ പറയാണ് 999 ഇയേഴ്സ് നിൽക്കും എന്ന് പറഞ്ഞാൽ നിന്നോട്ട്, നമുക്ക് സമാധാനമായില്ലേ. ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ട് എക്സ്പേർട്സ് പറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാമിന് ഒരു കുഴപ്പമില്ല, അത് അടുത്ത 999 വർഷം നിൽക്കും, അത് കഴിഞ്ഞിട്ട് ഡീകമ്മീഷൻ ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞാൽ നമുക്ക് സമാധാനമായി. ആ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ അവരങ്ങനെ പറയോ? ശാസ്ത്രീയമായ പരിശോധനയിലൂടെ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ, ഞാനോ താങ്കളോ പറയുന്നത് പോലെ അല്ലല്ലോ. ശാസ്ത്രീയമായ പരിശോധനയിലൂടെ അവർ പറയട്ടെ, നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ ടണൽ സിദ്ധാന്തം കൊണ്ട് ഇപ്പോൾ വരുന്നത് അത് തമിഴ്നാടിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ചിന്തിക്കാം. എന്നാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ ചിന്തിക്കാമെന്ന് പറയുന്നത്? അതായത് അവർക്ക് ഇതിൽ നിന്ന് വലിയ ലാഭങ്ങളാണ് കിട്ടുന്നത്. നമുക്ക് ഒരു ലാഭവും ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടങ്ങളും ഉണ്ട്. അതായത് ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം താഴേക്ക് ഇടുക്കിയിൽ വരാത്തത് കൊണ്ട് അവിടുത്തെ പ്രൊഡക്ഷൻ ലോസ് ഉണ്ട്. അവിടുത്തെ ഇടുക്കി ഡാമിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ എനർജി ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണെന്ന് കൂടി ചേർത്ത് വായിക്കണം. നമുക്ക് ആ ഡാമിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല, വെള്ളമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ വെള്ളം കിട്ടുന്നത് തമിഴ്നാടിനാണ്. അവർക്ക് 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് കാലാകാലങ്ങളായി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, തമിഴ്നാട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് കണക്ക് പ്രകാരം, പഴയ കണക്കാണ് കേട്ടോ, ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവും, ഒരു 5-6 കൊല്ലം മുമ്പുള്ള കണക്കാണ്. 50,000 കോടി രൂപ പ്രതിവർഷം തമിഴ്നാട് എക്സ്ചക്കറിൽ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് കൃഷിയിൽ നിന്ന് മാത്രം വരുന്നു. അപ്പം എത്ര വലിയ സാമ്പത്തിക നേട്ടമാണ് തമിഴ്നാടിനുണ്ടാകുന്നത്. അപ്പോഴാണ് ടണൽ സിദ്ധാന്തം പറഞ്ഞ കരാറ് അങ്ങനെ തന്നെ നിൽക്കും. കരാറ് എല്ലാ കാലത്തേക്കായിട്ട് നിൽക്കും. തമിഴ്നാടിന് കോട്ടമില്ല. തമിഴ്നാട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ട, കരാറ് മാറ്റണ്ട, ഈ സംവിധാനം അങ്ങോട്ട് തുടരും. അവരിത് പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ ആളുകളെ കൊണ്ട് അവർ പറയിപ്പിക്കുന്നത്. മനസ്സിലായി? അതാണ് അവരുടെ ബുദ്ധി. നമ്മൾ മനസ്സിലാക്കണം,
തമിഴ്നാടിൻ്റെ ബുദ്ധി മനസ്സിലാക്കണം. ടണൽ സിദ്ധാന്തം അവർ പറയിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളെ കൊണ്ടാ, അവർ പറയുന്നില്ല. മനസ്സിലായ? അപ്പം ഇതും പറഞ്ഞ്, അതായത് ഒരു പട്ടിക്ക് ഒരു എല്ലിട്ട് കൊടുക്കുന്ന പോലെ അതും കടിച്ചുകൊണ്ട് പട്ടി നടന്നോളൂ, അതാണ് സംഭവം. അപ്പോൾ അവർക്ക് ഇത്രയും ഭീമമായ ലാഭം കേരളവുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അതിനെന്ത് വേണം? കരാർ നിലനിൽക്കണം, ഡാം പൊട്ടുന്നത് വരെ അവിടെ നിലനിൽക്കണം. അതിനു വേണ്ടിയാണ് ടണൽ സിദ്ധാന്തം പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ സാമ്പത്തിക നേട്ടവും രാഷ്ട്രീയ നേട്ടവും കേരളത്തിനോ തമിഴ്നാടിനോ എന്നതല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നശിപ്പിക്കപ്പെടുന്ന ആ പറയുന്ന 3 ജില്ലകളിലെ ജനങ്ങൾ, അവർ ആകെ ആശങ്കാകുലരാണ്. 3 അല്ല 6 ജില്ലയാണ്. 6 ജില്ലകളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഈ വാർത്തകളിൽ കാണുന്നത് മാത്രം വിശ്വസിച്ച് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഭീതിക്കാണ് യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാവേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഭീതി പരിഹരിക്കേണ്ടത് ഈ കേരള സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിലൊരു കാര്യമുണ്ട്. ഈ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ചപ്പാത്ത്, ഉപ്പുതറ ഭാഗങ്ങളിലുള്ള കൊച്ചു കുട്ടികളോട് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അങ്കിളെ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, ഞങ്ങളൊക്കെ മരിക്കും, ആരും ഞങ്ങളെ സഹായിക്കാനില്ല. കൊച്ചുകുട്ടികളുടെ ചിന്തയാണ്, ചെറിയ കുട്ടികളുടെ ചിന്തയാണ്. ആരും ഞങ്ങളെ സഹായിക്കാൻ ഇല്ല. അതവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളതല്ലേ അവർ പറയുന്നത്. അപ്പോൾ എന്തു പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം മോനെ ഈ പൊട്ടി അങ്ങനെ ഒരു സംഭവം, ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരന്തമൊക്കെ ഉണ്ടായ അത് ഞങ്ങളുടെ വിധിയാണ് അങ്കിൾ, ഞങ്ങളുടെ വിധിയാണ്, ഞങ്ങൾ അതിന് പ്രിപ്പയർഡാണ്. അതായത് ഭീതി കൂടി വന്ന് ഒരു അവസ്ഥയിലെത്തി, പിന്നെ ഭീതി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ആ നാട്ടിലെ ജനങ്ങൾ. തൊട്ടടുത്ത് കിടക്കണം. ശരിക്കും പറഞ്ഞാൽ ആ ഭീതി വേണ്ടത് കൊച്ചിയിലെ ജനങ്ങൾക്കാണ്. കൊച്ചിയിലെ ജനങ്ങൾക്ക് ബോധമില്ലാത്ത കാരണമാണ് ഇവിടെ ഭീതി ഇല്ലാത്തത്. അവിടെ ആ കുട്ടികൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വെള്ളത്തിൻ്റെ രൗദ്രഭാവവും തൊട്ടുമുകളിൽ നിൽക്കുന്ന ഡാമും ഒക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അവരുടെ വീട്ടിലെ ചർച്ചകളും അവർ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായത് ആരും ഞങ്ങളെ രക്ഷിക്കാനില്ല. അതുകൊണ്ട് ഭീതി മാറിയ ഒരവസ്ഥയോടെ ആ കുട്ടികൾക്ക്. അതായത് ഭീതി കൊണ്ട് കാര്യമില്ല, ഭീതി കൊണ്ട് അനുദിന ജീവിതത്തിൽ പ്രശ്നമാകുന്നു. ഭീതി മാറ്റി വെച്ച് അവർ ആടാനും പാടാനും സന്തോഷിക്കാനും തുടങ്ങി. കുറച്ച് ലൈഫ് ഉള്ളെങ്കിൽ അത് സന്തോഷമായിട്ട് തീർക്കണം എന്ന മനോഭാവത്തിലേക്ക് അവിടുത്തെ കൊച്ചു കുട്ടികൾ വന്നു എന്നുള്ളതാണ്. ആ മനോഭാവം തന്നെയാണ് കുറഞ്ഞും കൂടിയും കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങൾക്കും ഉള്ളത്. ആരും ഞങ്ങളെ രക്ഷിക്കാനില്ല ഇതും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് ജനങ്ങളെത്തി. എന്തായാലും ഈ മുല്ലപ്പെരിയാർ എന്ന പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ വിദഗ്ധ സമിതി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമല്ലോ. ആ ഒരു വിദഗ്ധ സമിതി എന്നൊന്നും പറയാൻ പറ്റൂല. വിദഗ്ധ സമിതി വന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ സിവിൽ എഞ്ചിനീയറിംഗേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹൈഡ്രോളജിസ്റ്റുകൾ, അതും ലോകത്തിലെ റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെ ഇന്ത്യയിൽ വിളിച്ചു കൊണ്ടുവന്ന് അതിൽ ഹൈഡ്രോളജിസ്റ്റുകളും വേണം, സീസ്മോളജിസ്റ്റുകളും വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ റിലേറ്റഡ് ശാസ്ത്ര ശാഖകളിലുള്ള ആൾക്കാരെയും വിളിച്ചിട്ട് ഒരു പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ പാനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ, മുല്ലപ്പെരിയാർ ഡാം എക്സാമിൻ നടത്തിയാൽ റിസൾട്ട് വരും. ഇപ്പം നിലവിൽ ഇവരൊക്കെ കൂടിയാണ് നടത്തുന്നതെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സമിതി വരാൻ നമുക്ക് പ്രയത്നിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും.